നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് KSU പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധം. KSU ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ചിന് നേരെ ലാത്തി ചാർജ്. BJPയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ രാജ്യത്തുയർന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബീഹാറിൽ നിന്നുമെന്ന് മുൻമന്ത്രി B. സുരേന്ദ്രൻപിള്ള. BJP വിരുദ്ധ മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്നത് തേജസ്വി യാദവ് എന്നും പിള്ള. രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്കെതിരെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല നൽകിയ അപകീർത്തി കേസിൽ ഉണ്ണിത്താൻ കുറ്റവിമുക്തൻ. MPയെ വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവിട്ടത് ചേർത്തല കോടതി. എറണാകുളം ആലപ്പുഴ റൂട്ടിലെ ട്രെയിൻ യാത്രക്കാരുടെ ദുരിതം അറുതിയില്ലാതെ തുടരുന്നു. മെമു ട്രെയിനിൽ സാധാരണക്കാരൻ ശ്വാസം മുട്ടി യാത്ര ചെയ്യുമ്പോൾ കണ്ണടച്ച് റെയിൽവേ അധികാരികൾ. വിശദമായ വാർത്തകൾ. KSU മാർച്ചിൽ സംഘർഷം. സംസ്ഥാനത്ത് KSU പ്രവർത്തകർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. പോലീസ് രാജും KSU പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങളും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ആലപ്പുഴ SP ഓഫീസിലേക്ക് KSU ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. നെഹ്റു ഭവനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് SP ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടിത്തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ തെരുവോരങ്ങളിൽ, കേരളത്തിന്റെ പൊതുമണ്ഡലങ്ങളിൽ കേരളത്തിലെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പോരാട്ടത്തിലാണ്. ഇവിടെ അധ്യക്ഷ പ്രാസംഗികൻ സൂചിപ്പിച്ച പോലെ വിദ്യാർത്ഥി സമരത്തിന് നേതൃത്വം നൽകിയതിന്റെ പേര് സംസ്ഥാന KSU കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഇന്ന് ജയിലിലാണ്. കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മുഴുവൻ വിദ്യാർത്ഥി യുവജന സമരത്തിന്റെ ഭാഗമായി പോലീസ് നടത്തുന്ന നായാട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ഈ സംഭവങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകുന്നത്? കുന്നംകുളത്ത്, തൃശൂർ ജില്ലയിലെ കുന്നംകുളത്ത് സുജിത്ത് എന്ന് പേരുള്ള ഒരു ഞങ്ങളുടെ സഹപ്രവർത്തകൻ, ഞങ്ങളുടെ സുഹൃത്തിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മർദ്ദനവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ മുഖ്യധാരാ മാധ്യമങ്ങളിലേക്കും അതുപോലെയുള്ള ചർച്ചകളിലേക്കും വരുന്നത് ആ സുജിത്തും വടക്കാഞ്ചേരിയിലെയും കുന്നംകുളത്തെയും കോൺഗ്രസിന്റെ സഹപ്രവർത്തകരും നടത്തിയ വലിയ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ പൊതുമണ്ഡലം ചർച്ച ചെയ്തു തുടങ്ങി. സുജിത്തിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലാണ് സുജിത്ത് എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകനെ മർദ്ദിച്ചത്. ആ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരനെ, അതുമായി ബന്ധപ്പെട്ട വിഷ്വലുകൾ പോലീസിന്റെ താഴെ തട്ടുള്ള കോൺസ്റ്റബിൾ മുതൽ ഉന്നതരായ ഉദ്യോഗസ്ഥർ വരെ കണ്ടിട്ടും വർഷങ്ങളും മാസങ്ങളും ആയ സംഭവമാണ്. കണ്ടിട്ടും അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ ഒരക്ഷരം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിനെ മൂടിവെക്കുന്ന സാമൂഹ്യ സാഹചര്യമാണ് ഉണ്ടായത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കണം എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഉദ്ഘാടനത്തിനു ശേഷം മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഇത് നേരെ ഉന്തും തള്ളും ഉണ്ടാക്കി. ബിനു ചുള്ളിയലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു. നേരിയ സംഘർഷമുണ്ടായതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശി. ഇതിനിടെ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമറിച്ചിട്ടു. നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി മാഹീൻ മുപ്പതിൽച്ചിറ, തൻസിൽ നൌഷാദ്, അൻസിൽ ജലീൽ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല നൽകിയ അപകീർത്തി കേസിൽ ഉണ്ണിത്താനെ കുറ്റവിമുക്തനാക്കി. ചേർത്തല കോടതിയുടേതാണ് ഉത്തരവ്. 2017 ചാനൽ ചർച്ചയ്ക്കിടെ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികലയെ വിഷജന്തു എന്ന് വിളിച്ച് പരിഹസിച്ച് അപമാനിച്ചു എന്ന് കാണിച്ചാണ് ചേർത്തല കോടതിയിൽ പരാതിയെത്തിയത്. BJPയുടെ 2 മുനിസിപ്പൽ കൌൺസിലർമാർ ഉൾപ്പെടെ വാദി കോടതിയിൽ ഹാജരാക്കിയ സാക്ഷിമൊഴികൾ തള്ളിക്കൊണ്ടാണ് പ്രതിക്കെതിരെ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് കണ്ടുകൊണ്ട് കോടതി പ്രതിയെ വെറുതെ വിട്ടത്. 2/10/2017 മനോരമയുടെ അരൂർ സ്റ്റുഡിയോയിൽ വെച്ച് കൗണ്ടർ പോയിന്റ് എന്ന പരിപാടിയിൽ
CPM-ൻ്റെ പ്രതിനിധിയായി ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദ മാസ്റ്ററും BJP-യുടെ പ്രതിനിധിയായി ശ്രീ ഗോപാലകൃഷ്ണനും കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും കൂടി ചേർന്ന് നടത്തിയ ഒരു ചർച്ചാ പരിപാടിക്കിടെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി KP ശശികലയെ രാജ്മോഹൻ ഉണ്ണിത്താൻ വിഷജന്തു എന്ന് വിളിച്ച് അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമതി ശശികല ചേർത്തല കോടതിയിൽ CC 2227/2017 നമ്പരായി നൽകിയ സ്വകാര്യ മാനനഷ്ട കേസിലാണ് വിധിയുണ്ടായിരിക്കുന്നത്. ഈ കേസിൻ്റെ ഉത്ഭവം എന്നും ഈ കേസിൽ KP ശശികല കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൽ 4 പ്രതികളെ ചേർത്താണ് കേസ് കൊടുത്തത്. രാജ്മോഹൻ ഉണ്ണിത്താൻ 1-ാം പ്രതിയും, മനോരമ ചാനൽ 2-ാം പ്രതിയും, ജോണി ലൂക്കോസ് 3-ാം പ്രതിയും, അയ്യപ്പദാസ് 4-ാം പ്രതിയായിട്ടാണ് ശശികല കോടതിയിൽ കേസ് നൽകിയത്. പക്ഷെ കോടതി ആ കേസിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഇതിലെ 3 പ്രതികളെ ഒഴിവാക്കിക്കൊണ്ട്, അവരെ പ്രതിപ്പട്ടികയിൽ ഒഴിവാക്കിക്കൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെയാണ് കേസെടുത്തത്. ആ കേസ് എടുത്ത ശേഷം വാദിയുടെ തുടർച്ചയായ അലംഭാവം മൂലം കേസ് 8 വർഷം നീണ്ടു നിന്നു. ഏതാണ്ട് 84ഓളം അവധി ഈ കേസിനുണ്ടായി. പലപ്പോഴും വാദിയാണ് കേസ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്, പ്രതിയല്ല. ഈ കേസിൻ്റെ വിസ്താരവേളയിൽ ചേർത്തല ഇപ്പോഴത്തെ BJP-യുടെ മുനിസിപ്പൽ കൗൺസിലറും മുൻ BJP-യുടെ മുനിസിപ്പൽ കൗൺസിലർ അടക്കം മുതിർന്ന മാധ്യമപ്രവർത്തകൻ അയ്യപ്പദാസ് അടക്കം 5 സാക്ഷികളെ വാദി കോടതിയിൽ ഹാജരാക്കി അവരിൽ നിന്ന് കോടതി തെളിവ് ശേഖരിച്ചു. കോടതി ഹാജരാക്കിയ സാക്ഷികളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി കേസ് പരിശോധിച്ചപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ കേസിൽ കുറ്റം ചെയ്തില്ല എന്ന് കോടതിക്ക് നിയമപരമായും സാക്ഷിമൊഴികളുടെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2025 സെപ്റ്റംബർ മാസം 15-ാം തീയതി ബഹുമാനപ്പെട്ട ചേർത്തല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് 1 ശ്രീമതി ഷെറിൻ K. ജോർജ് രാജ്മോഹൻ ഉണ്ണിത്താനെ കുറ്റവിമുക്തനാക്കി. കേസിന്റെ വിചാരണ ആരംഭിച്ചപ്പോൾ കാസർഗോഡ് MP-യായ രാജ്മോഹൻ ഉണ്ണിത്താൻ 3 പ്രാവശ്യം ചേർത്തല കോടതിയിൽ ഹാജരായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താനു വേണ്ടി DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് CV തോമസാണ് കോടതിയിൽ ഹാജരായത്. BJP-യുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ രാജ്യത്തുയരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബീഹാറിൽ നിന്നാണെന്ന് മുൻ മന്ത്രിയും രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ V. സുരേന്ദ്രൻപിള്ള വൈക്കത്ത് നടന്ന RJD സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ ജോസി ജെയിംസിന്റെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ RJDയിലേക്ക് സ്വീകരിക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു V. സുരേന്ദ്രൻപിള്ള. ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഒക്കെ പേരിൽ നമ്മുടെ രാജ്യത്ത് അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുകയും ജനങ്ങളെ 2 കണ്ണിൽ കാണുകയും ജനങ്ങളെ വേർതിരിക്കുകയും ഫാസിസ്റ്റ് പ്രവണത നമ്മുടെ രാജ്യത്ത് എങ്ങനെയൊക്കെ വരുത്താമോ അതെല്ലാം വരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്ത കാലഘട്ടം. ജാതീയമായി മനുഷ്യനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും സംഘപരിവാർ ശക്തികൾ. ഏത് വസ്ത്രം ധരിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം, ഏതിലെ വഴി നടക്കണം എന്ന് പോലും ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ രാജ്യം. ഈ പാർട്ടിയുടെ നേതൃത്വം എന്ന് പറഞ്ഞ ശ്രീ MV ശ്രേയാംകുമാർ എടുക്കുന്ന എഫേർട്ട്, താല്പര്യങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷം. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാൻ സംഗീതം പോകുന്നത്. നാളെ ദിവസം നിങ്ങളും അദ്ദേഹത്തിന്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്നത് നമുക്ക് ഈ നാടിന്റെ മോശമായ മാറ്റി നമുക്ക് കൂട്ടായി പരിശ്രമിക്കാൻ വൈകിട്ട് പ്രത്യേകമായ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു.
ആശയ അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയിൽ കേരളത്തിൽ RJDയുടെ സ്വീകാര്യത വർദ്ധിച്ചു വരികയാണെന്ന് സുരേന്ദ്രൻപിള്ള പറഞ്ഞു. വൈക്കം വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനത്തിൽ രാഷ്ട്രീയ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് സണ്ണി തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ജോർജ് മാത്യു, അഡ്വക്കേറ്റ് ഫിറോസ് മാവുങ്കൽ, KE ഷെരീഫ്, AV ജോർജ് കുട്ടി, AA റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ജോസി ജെയിംസും സഹപ്രവർത്തകരും യോഗത്തിൽ വെച്ച് പാർട്ടി അംഗത്വവും സ്വീകരിച്ചു. എറണാകുളം ആലപ്പുഴ റൂട്ടിലെ മെമു ട്രെയിനിൽ യാത്രക്കാരുടെ ദുരിതം അറുതിയില്ലാതെ തുടരുന്നു. പുതിയ ബോഗികൾ ഈ റൂട്ടിൽ ഓടിയത് ദിവസങ്ങൾ മാത്രം. ശ്വാസം മുട്ടിയാണ് സാധാരണക്കാരായ യാത്രികർ യാത്ര ചെയ്യുന്നത്. KMCN സ്പെഷ്യൽ റിപ്പോർട്ട്. എറണാകുളം ആലപ്പുഴ റൂട്ടിലെ മെമുവിന്റെ ഒരു ബോഗിക്കുള്ളിലെ കാഴ്ചയാണിത്. ഈ റൂട്ടിൽ ദിവസേന യാത്ര ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്കായി റെയിൽവേ പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നതാണ് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് അധികാരികൾ 16 പുതിയ ബോഗികൾ കൊണ്ടുവന്നതായി പ്രഖ്യാപിച്ചെങ്കിലും കൊണ്ടുവന്ന പുതിയ കോച്ചുകളൊക്കെയും പിന്നീട് മറ്റു റൂട്ടുകളിലേക്കാണ് മാറ്റിയത്. ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള എറണാകുളം ആലപ്പുഴ റൂട്ടിൽ ഇപ്പോഴും പഴയ ബോഗികളാണ് ഓടുന്നത്. അതിനാൽ തന്നെ ദിവസേന ഈ റൂട്ടിൽ തിങ്ങി നിറഞ്ഞ ട്രെയിനുകളിലാണ് സാധാരണക്കാർ യാത്ര ചെയ്യേണ്ടി വരുന്നത്. യാത്രക്കാരാവട്ടെ സാധാരണക്കാരും. അതുകൊണ്ടാവും അവരുടെ സുരക്ഷയ്ക്കും യാത്രാ സൗകര്യങ്ങളും ഇത്രമേൽ അവഗണിക്കപ്പെടുന്നതും. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ഈ ബോഗികൾക്കുള്ളിൽ ശ്വാസം മുട്ടി ആരെങ്കിലും മരിച്ചാൽ പോലും അതിശയപ്പെടേണ്ടതില്ല. ന്യൂസ് ഡെസ്കിൽ നിന്നും ആതിര അനിൽകുമാർ, KMCN ന്യൂസ്. SNDP യോഗം അമ്പലപ്പുഴ യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 98ാമത് സമാധി ദിനാചരണം സംഘടിപ്പിച്ചു. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് പൊന്നു തമ്പുരാൻ. പൊന്നു ഞാൻ ചേർത്തതാണ് അല്ലേ? പൊന്നു തമ്പുരാൻ എന്ന് സ്വാമി എഴുതിയില്ല, പൊന്ന് നമ്മൾ ചേർത്തു അല്ലേ? പൊന്നു തമ്പുരാൻ. ആരും നമ്മളെ പരിഗണിക്കാതിരുന്നപ്പോൾ, എല്ലാവരും കൈയൊഴിഞ്ഞപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നിട്ട് കഷ്ടം ദീനം പിടിച്ചോ മധുരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോ ഉത്തിഷ്ട ശീഘ്രം അല്ലേ? നദിയിൽ മുഴുക്കണം, നദിയിൽ മുഴുകുവാൻ കാലമായില്ല പോലും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് വന്നു. ഗുരുദേവന്റെ 98ാമത് സമാധി ദിനത്തോടനുബന്ധിച്ച് അമ്പലപ്പുഴ യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ഭക്തിനിർഭരമായിട്ടാണ് ആചരിച്ചത്. പരിപാടിയുടെ ഭാഗമായി പുഷ്പാർച്ചനയും ഉഷാസത്യൻ പുന്തല ഗുരുഭാഗവത പാരായണവും വടയാർ സുരേഷ് ഗുരുപ്രഭാഷണവും നടത്തി. യൂണിയൻ വൈസ് പ്രസിഡന്റ് B രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. കണിച്ചുകുളങ്ങര ദേവസ്വം സ്കൂളുകളുടെ ആഭിമുഖ്യത്തിലും മഹാസമാധി ദിനാചരണം സംഘടിപ്പിച്ചു. എല്ലാ വർഷത്തെയും പോലെ വിവിധ പരിപാടികളോടെ പൂർവാധികം ഭംഗിയായിട്ടാണ് ഇത്തവണയും സമാധി ദിനം ആചരിച്ചത്. കില ഫാക്കൽറ്റി പ്രഭാഷകൻ VK സുരേഷ് ബാബു ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്റെ കണ്ണട പ്രവർത്തിക്കുന്നതും ഈ ക്യാമറ പ്രവർത്തിക്കുന്നതും നിങ്ങൾ ഇരിക്കുന്ന ഈ സിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നതും നിങ്ങൾ ഇരിക്കുന്ന ഈ പ്ലാസ്റ്റിക് കസേര ഉണ്ടാക്കിയതുമെല്ലാം അകത്ത വെളിച്ചം കൊണ്ടാണ്. ആ അകത്ത വെളിച്ചമാണ് ലോകത്തിന്റെ പ്ലസ്. അറിയണം കുട്ടികൾ, പ്ലസ് എന്ന് വെച്ചാൽ ചിഹ്നത്തിന്റെ അർത്ഥം എന്താ? അർത്ഥമില്ലാതൊരു ചിഹ്നവും മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടില്ല. അർത്ഥമില്ലാത്തൊരു വാക്കും ഈ ഭൂമിയിലില്ല. എല്ലാവർക്കും പേരിട്ടതിനും ഒരർത്ഥമുണ്ട്. ഭൂമിക്ക് ഭൂമി എന്നെങ്ങനെയാ പേര് വന്നത് അറിയാവോ? എന്താണ് ഭൂമി? വെറുതെ ഒരു പേരിട്ടു ഭൂമി. നോ. ഓം ഭുവർ ഭുവസ്വഹ എന്ന് കേട്ടിട്ടുണ്ടോ? ഭൂ എന്ന് പറഞ്ഞാൽ ഭുവസ്, ഐശ്വര്യമുള്ളത് എന്നാണ്. ഭൂ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമുള്ളത്. ഐശ്വര്യമുള്ള ഇടമാണ് ഭൂമി. ചന്ദ്രനിലും ചൊവ്വയിലും ഒന്നും ഒരു ഐശ്വര്യമില്ല, വെള്ളമില്ല, ജീവനില്ല. തങ്കത്താഴികക്കുടമല്ല, താരാപഥത്തിലെ രഥമല്ല, ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണമയൂരമല്ല എന്ന് വയലാറ് പാടിയില്ലേ? അവിടെ ഏകാന്ത ശൂന്യതയേ ഉള്ളൂ. ഈ നിത്യഹരിതയം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? ചന്ദ്രികയുണ്ടോ? സ്വപ്നങ്ങളുണ്ടോ? സ്വർണമരാളങ്ങളുണ്ടോ? ഈ ഭൂമിയിലല്ലാതെ. ചടങ്ങിൽ വെച്ച് മെറിറ്റ് അവാർഡ് വിതരണവും നടത്തി. ചെങ്ങന്നൂർ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ റിട്ടയർഡ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ അശോക് കുമാർ VK സമാധി ദിന സന്ദേശം പകർന്നു. ദേവസ്വം സെക്രട്ടറി PK ധനേശൻ, കണിച്ചുകുളങ്ങര ദേവസ്വം സ്കൂൾ മാനേജർ T പ്രസന്നകുമാർ, SNDP യോഗം വിദ്യാഭ്യാസ സെക്രട്ടറി EG ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മഹാസമാധിയോടനുബന്ധിച്ച് ചെട്ടിക്കാട് 581 നമ്പർ SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ദീപക്കാഴ്ച സംഘടിപ്പിച്ചു. മഹാസമാധി ദിനാചരണത്തോടനുബന്ധിച്ച് SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ദീപക്കാഴ്ചയുടെ ഭദ്രദീപ പ്രകാശനം പ്രശസ്ത ചലച്ചിത്ര താരം അനൂപ് ചന്ദ്രൻ നിർവഹിച്ചു. എന്നെ
മഹാഗുരു, ഈ നാടിൻ്റെ ഗുരു, ഈ ശ്രേഷ്ഠനായ മനുഷ്യനെന്ന അപ്പുറത്ത് ദൈവം എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജാതീയത എന്ന് പറയുന്നൊരു വാക്ക് വാഗൊണ്ടു മിണ്ടിയാൽ വെട്ടിക്കൊല്ലുന്ന കാലത്ത് ഞാൻ പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് എന്ന് പറയാൻ ആർജവം കാണിച്ചൊരു മഹാമനുഷ്യൻ്റെ അക്കാലത്ത് ആ ശ്രേഷ്ഠനായ മനുഷ്യൻ്റെ മഹാസമാധി, 98ാമത്തെ മഹാസമാധി നമ്മളിന്ന് ആചരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുസ്വാമി ഒരിക്കലും ഒരു ഈഴവ ഗുരുവല്ല, ഈ നാടിൻ്റെ ഗുരുവാണ്. അദ്ദേഹത്തെ ഈഴവ ഗുരുവാക്കിയത് സവർണന്മാരാണ്. അവരാണ് അദ്ദേഹത്തെ ഈഴവനാക്കി മാറ്റിയത്. നമ്മുടെ എല്ലാം ഗുരുവാണ്. ജാതിഭേദ മതദ്വേഷം എതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ഇന്നു പറയാൻ മടി കാണിക്കുന്ന കാലത്ത് അന്നു പറയാൻ ധൈര്യം കാണിച്ചൊരു മഹാശ്രേഷ്ഠന്റെ പാതിരപ്പള്ളി സെന്റ് ആന്റണീസ് ചർച്ച് വികാരി റവറൻ ഫാദർ ജോഷി ജോസഫ് തളിയശ്ശേരി, അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ, കൌൺസിലർ VR വിദ്യാധരൻ, ശാഖാ പ്രസിഡന്റ് PV സോമൻ, സെക്രട്ടറി P സുനിലാൽ, വൈസ് പ്രസിഡന്റ് പ്രേംകുമാർ, ദിനാചരണ കമ്മിറ്റി ചെയർമാൻ ഹരികുമാർ ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. 92-ൽ ഞാൻ തത്വശാസ്ത്രം ആലുവ കർമ്മലഗിരി സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കേറെ ഇഷ്ടപ്പെട്ട മലയാളത്തിൽ ഒരു പ്രബന്ധം അല്ലെങ്കിൽ ഒരു തീസിസ് തത്വശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പഠനം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അവതരിപ്പിക്കണമായിരുന്നു, സമർപ്പിക്കണമായിരുന്നു. അതിന് ഞാൻ എടുത്തത് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ പഠനങ്ങളെ ആധാരമാക്കിയുള്ള തത്വശാസ്ത്രമായിരുന്നു. KSRTC ആലപ്പുഴ ഡിപ്പോയിൽ നിന്നും പയ്യന്നൂരിലേക്കുള്ള പുതിയ സർവീസിന് തുടക്കമായി H. സലാം MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. അതിനെ തുടർന്ന് നമ്മുടെ ആവശ്യം ന്യായമായിരുന്നു ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ഒരു പരിശോധന ശേഷമാണ് നമ്മുടെ ആലപ്പുഴക്കാർക്ക് ഇവിടെ നിന്നുള്ള സർവീസ് പ്രയോജനത്തിലേക്ക് ഇപ്പോൾ അനുവദിക്കപ്പെട്ടത്. നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പൊതുവെ അനുകൂലമായൊരു നിലപാട് പൊതുവെ സ്വീകരിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കണ്ട് പുതിയ വണ്ടി ബന്ധപ്പെട്ടതായി സംസാരിച്ചു. അത് സർവീസ് ഉള്ള കാര്യങ്ങളിലേക്കുള്ളൊരു ആരോപണം ഉണ്ടായത്, തുടർന്ന് അത് പരിഗണിക്കാൻ എന്ന് നേരിട്ട് ഞങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യം ഉൾപ്പെടെ നമുക്ക് വീണ്ടും നമ്മുടെ യാത്രക്കാർക്ക് വേണ്ടിയുള്ള ആവശ്യം ഉന്നയിക്കാനും പരിഹാരം ഉണ്ടാക്കാനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് കൊടുക്കാം. ആലപ്പുഴ, എറണാകുളം, ഗുരുവായൂർ, കുറ്റിപ്പുറം, കോഴിക്കോട്, കണ്ണൂർ വഴിയാണ് സർവീസ്. രാത്രി 8-ന് ആലപ്പുഴയിൽ നിന്നും സർവീസ് ആരംഭിക്കും. വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവർക്കും വിനോദസഞ്ചാരികൾക്കും വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾക്ക് പ്രയോജനകരമായാണ് പുതിയ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. യാത്രക്കാരുടെ നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്ന് H. സലാം MLA മന്ത്രി KB ഗണേഷ് കുമാറിന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസ് അനുവദിച്ചിരിക്കുന്നത്. വാർഡ് കൌൺസിലർ MG സതീദേവി, ATO A. സെബാസ്റ്റ്യൻ, സണ്ണി പോൾ, ശബരിനാഥ്, ഷാനിദ് അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. കലവൂർ PJUP സ്കൂളിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു. PP ചിത്തരഞ്ജൻ MLAയുടെ 2025-26 പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂളിന് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അനുവദിച്ചത്. പ്ലാന്റിന്റെ ഉദ്ഘാടനം PP ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ എന്തൊരു സംതൃപ്തിയാണ്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം, നിങ്ങൾ ഇരിക്കുന്ന സീറ്റ്, നിങ്ങൾ നല്ല അച്ചടക്കമുള്ള കുഞ്ഞുങ്ങൾ കൂടിയാണ്. പല സ്കൂളിലും ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അവരുടെ പ്രായമാണ്, നിങ്ങളും ആ പ്രായക്കാർ തന്നെയാണല്ലോ, എന്നിട്ട് നിങ്ങൾ എത്ര അച്ചടക്കത്തോടിരിക്കുന്നു. അപ്പോൾ അതൊരു ശിക്ഷണത്തിൻ്റെ ഭാഗമാണ്. നല്ല അച്ചടക്കത്തോടുകൂടെ നിങ്ങളെല്ലാം വളർത്തിയെടുക്കാൻ വേണ്ടി അവർ കാണിക്കുന്ന, അധ്യാപകർ കാണിക്കുന്ന ഈ താല്പര്യമില്ലേ, ഭാവിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ നല്ല അച്ചടക്കമുള്ള ഒരു തലമുറയായി നിങ്ങൾ മാറും. അങ്ങനെ മാറുമ്പോഴാണ് നമുക്ക് കൂടുതൽ നമ്മുടെ വീടിന്, നമ്മുടെ നാടിന് എല്ലാം നിങ്ങൾ നല്ല മതിപ്പുള്ള പൗരന്മാരായി മാറുന്നത് എന്ന കാര്യം മാത്രം ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ല ശുദ്ധജലം കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ഈ ആലപ്പുഴ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും
ഗവൺമെൻറ് സ്കൂളിൽ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അംഗീകാരമുള്ളത്. പ്രത്യേക അംഗീകാരം വാങ്ങിക്കൊണ്ടും അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രകാശ് സ്വാമിയുടെ ഇടപെടൽ, അതോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്തായിട്ടുള്ള രാജു പള്ളിപ്പറമ്പൽ, അതുപോലെ സാബു രാജു ഇടക്കിടക്ക് വിളിച്ചു ചോദിക്കും എന്തായി അപ്പോൾ എന്തായാലും ശരി, ഇതേ യാഥാർത്ഥ്യമായി. ആ യാഥാർത്ഥ്യമായിരിക്കുന്ന നിമിഷത്തിൽ നിങ്ങളോടൊപ്പം ഈ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഗീതാകുമാരി ടീച്ചർ, സ്കൂൾ HM ഗീത, മദർ PTA പ്രസിഡന്റ് രമ്യ RL, രാജു പള്ളിപ്പറമ്പ്, സാബു P കണ്ണാർകാട്, PA നവാസ്, കുമാരി ശിവനന്ദന R എന്നിവർ സംസാരിച്ചു. മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ലൈവ്ലിഹുഡ് സർവീസ് സെന്ററിന് തുടക്കമായി. ജില്ലാ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിലാണ് മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിൽ ലൈവ്ലി ഫുഡ് സർവീസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. പഞ്ചായത്ത് തല കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സെന്ററിന്റെ ഉദ്ഘാടനം PP ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. പണ്ട് നേരെ തിരിച്ച് നമ്മളൊരു ലോണിന് വേണ്ടി 10 ബാങ്ക് കയറി ഇറങ്ങുന്നത്. ഈ 25-26 വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞ വലിയ നേട്ടം. ആ നേട്ടം വായ്പ എടുക്കുന്നതിന് മാത്രമല്ല, ഇനിയിപ്പോൾ ആ കാലം കഴിഞ്ഞു. മഹാഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്ക് വീടായി, കക്കൂസായി, ലൈറ്റായി. പണ്ട് അതൊക്കെയായിരുന്നു നമ്മുടെ ചുമതല. അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എന്താ പ്രശ്നം? ഇപ്പം നമ്മുടെ കുടുംബ വരുമാനം വർദ്ധിപ്പിക്കണം. വീട്ടിൽ അച്ഛൻ ജോലിക്ക് പോയാൽ, ഭർത്താവ് ജോലിക്ക് പോയാൽ മാത്രം ജീവിക്കാൻ കഴിയുന്നൊരവസ്ഥയല്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കണം. ആ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ, പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണമെന്നുള്ളതാണ്. കുടുംബശ്രീയിൽ നിന്ന് വായ്പ എടുത്തിട്ട് ചില ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത് അവർ തിരിച്ചടക്കാൻ കേട്ടാ കൃത്യമായിട്ട് 8 പിടിയുടെ മാല 12 പിടിയാക്കും. ഇപ്പൊ ഇനി ആരും പിടിയാക്കാൻ പോകുന്നില്ല. കാരണം 1 ലക്ഷം രൂപ ഒരു സ്വർണ്ണത്തിന്, ഒരു പവൻ സ്വർണ്ണത്തിന്. അതുകൊണ്ട് ഈ പാപ്പണിക്കാർ വളയൊന്നും മാറ്റിയെടുക്കും. ഇതൊക്കെ ആഗ്രഹം നല്ലതാണ്. പക്ഷെ 10 പൈസ വേറെ വരുമാനമില്ല. ഏതാ നമ്മൾ കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു വരുമാനത്തിന് തൊഴിലെടുക്കാനാണ്. ജിമിക്ക് മാറിയാലും അല്ലെ, വളക്ക് മാറ്റിയെടുത്താലും പിടി മാറ്റിയാലും കൂട്ടിയാലും ഒന്നും വരുമാനം ഉണ്ടാകില്ല. വരുമാനം ഉണ്ടാകണമല്ലോ നമ്മളിതൊക്കെ തൊഴിൽ സംരംഭം. ചെറുവള്ളിശ്ശേരി ക്ഷേത്രത്തിന് സമീപമാണ് സെന്ററിന്റെ പ്രവർത്തനം. സെന്റർ വഴി കർഷകർക്ക് ആവശ്യമായ വിത്ത്, വളം, തൈകൾ, വിദഗ്ധ പരിശീലനം, ആധുനിക കൃഷി ഉപകരണങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതോടൊപ്പം ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുകയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുകയും വർഷം മുഴുവൻ സ്ഥിരവരുമാന സ്രോതസ് ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ S രഞ്ജിത്ത് പദ്ധതിയെക്കുറിച്ചുള്ള വിശദീകരണവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി മുഖ്യപ്രഭാഷണവും നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS സുഖലാൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീതായൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്നമ്മ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചേർത്തല ഓങ്കാരേശ്വരം ശ്രീരാമ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ 21ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ G സത്യശീലൻ സത്യാലയം സപ്താഹയജ്ഞത്തിന്റെ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ രൂപത്തിൽ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കർമ്മമാണ് ഈശ്വര ആരാധന. അല്ലാതെ ഈ കാലഘട്ടത്തിൽ നമുക്ക് മറ്റൊരു പോംവഴി ഇല്ല എന്നുള്ളതാണ് സത്യം. കാര്യം കാലഘട്ടം അതേ രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മൾ ഓരോ ദിവസവും നടക്കുന്നത്? ഈ സംഭവ വികാസങ്ങളെല്ലാം ആർക്കും മനുഷ്യരാൽ നിയന്ത്രിക്കപ്പെടാൻ കഴിയുന്ന ഒന്നല്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഈ യജ്ഞം ഇവിടെ നടത്തപ്പെടുന്നത്. ഇത് നമ്മൾ ഓരോ വർഷം ചെല്ലുന്തോറും അതിൻ്റെതായ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പൂർവ്വസ്ഥിതിയെപ്പറ്റിയും മറ്റ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ പറയേണ്ടതായിട്ടില്ല. കാര്യം എല്ലാവർക്കും അതറിയാം. ഒരു ചെറിയ കുടിലിൽ നിന്ന് തുടങ്ങി നമ്മൾ ഇത്രയും ഉയർന്നു വന്നത്, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശവാസികൾ എല്ലാം ഒരുവിധം നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത് നമ്മുടെ ഈ ഇവിടുത്തെ ഭഗവാന്മാരുടെ എല്ലാം അനുഗ്രഹം ഒന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തുടർന്ന് യജ്ഞവേദിയിലേക്കുള്ള കൃഷ്ണവിഗ്രഹ പ്രതിഷ്ഠയും മൂലവിഗ്രഹ പ്രതിഷ്ഠയും നടന്നു.
നിറപറ സമർപ്പണവും പണപ്പറ സമർപ്പണവും ഇതോടൊപ്പം നടന്നു. ലക്ഷ്മി നാരായണദാസൻ കലവൂർ സംബ്രോജാണ് യജ്ഞാചാര്യൻ. 28-ന് അവഭൃത സ്നാന ഘോഷയാത്രയോടുകൂടി യജ്ഞത്തിന് സമാപനമാകും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് KSU പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധം. KSU ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ചിന് നേരെ ലാത്തി ചാർജ്. BJPയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ രാജ്യത്തുയരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബീഹാറിൽ നിന്നുമെന്ന് മുൻമന്ത്രി V സുരേന്ദ്രൻപിള്ള. BJP വിരുദ്ധ മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്നത് തേജസ്വി യാദവ് എന്നും പിള്ള. രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്കെതിരെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല നൽകിയ അപകീർത്തി കേസിൽ ഉണ്ണിത്താൻ കുറ്റവിമുക്തൻ. MPയെ വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവിട്ടത് ചേർത്തല കോടതി. എറണാകുളം ആലപ്പുഴ റൂട്ടിലെ ട്രെയിൻ യാത്രക്കാരുടെ ദുരിതം അറുതിയില്ലാതെ തുടരുന്നു. മെമു ട്രെയിനിൽ സാധാരണക്കാരൻ ശ്വാസം മുട്ടി യാത്ര ചെയ്യുമ്പോൾ കണ്ണടച്ച് റെയിൽവേ അധികാരികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.